ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് കുഴിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മധുരമിടാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ റാഗി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അളവിന് തന്നെ റാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ കഴുകി കല്ലൊക്കെ അരിച്ച് ഉണക്കി വെച്ച റാഗിയാണ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായിരുന്നു. പിന്നെ ഉഴുന്ന് ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിലേക്ക് ഉലുവ 2 സ്പൂണ് ഉലുവ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കഴുകി നമ്മൾ കുതിരാൻ വെച്ച ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചോറിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം മാവ് പൊങ്ങാനായിട്ട് ഞാൻ വെക്കാറുള്ളത് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ മാവ് വെക്കാറ്. അപ്പോൾ നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ എടുത്ത് നോക്കിയപ്പോൾ മാവ് നല്ല പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മാവ് പൊങ്ങാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ചും കൂടി അപ്പസോഡ കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചുടുന്ന നേരം ആകുമ്പോഴേക്കും ബാക്കി മാവും കൂടി നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പോൾ മാവ് നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചായ എന്തെങ്കിലും തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാവ് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ചട്നി ഉണ്ടാക്കാം. ചട്നിക്ക് ഞാൻ തേങ്ങ രാത്രിയെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങേൻ്റെ കൂടെ 2-3 അല്ലി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് പൊട്ടുകടല ഇടുന്നുണ്ട്. പോരാത്തതിന് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് എന്നാൽ അതിക്ക് തേങ്ങ ചിരവി വെച്ചുകൊണ്ട് അതിന് എണ്ണ ഉള്ള കാരണം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കടി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചട്നി താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുകും ഉണക്കമുളകുമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് അധികം തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം തിള വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൊഴുപ്പായി പോകും. അപ്പം നമ്മൾ താളിച്ച് പാർന്ന പാടൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ചട്നി ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടി ചൂടാൻ ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുഴിയപ്പം എപ്പോഴും ചൂടാത്ത കാരണം നല്ല തേച്ച് കഴുകണം കേട്ടോ. ഇല്ലെങ്കിൽ കടി അടിയിൽ നിന്ന് കിട്ടുകയില്ല ഒട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ നല്ല തേച്ച് കഴുകിയിട്ട് കമ്പിച്ചകരിയൊക്കെ ഇട്ട് നല്ല തേച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അല്ലെങ്കിൽ മാവ് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടേ ഇരിക്കും. അപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ എണ്ണ തേച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ചട്നി ഉണ്ടാക്കാതെ തന്നെ നമുക്കതങ്ങനെ ചുട്ടിട്ട് തിന്നാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചട്നി ഇല്ലാതെ തന്നെ ചൂടോടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴിയപ്പമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ ഒന്ന് വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടുകിലുള്ളത് വേഗം ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 പ്രാവശ്യം പാരുമ്പോഴൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ അങ്ങനെയാണ് ശരിയായി കിട്ടും കേട്ടോ. നല്ല വരുന്നതാണെങ്കിൽ വേഗം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോഴേ വരും കേട്ടോ. പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പാകത്തിന് വേവായി കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മുടെ കുഴിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ ചുടുന്ന സമയത്തൊക്കെ ഒട്ടി പിടിക്കുമായിരുന്നു കേട്ടോ. എന്താണ് കാരണം എന്നൊന്നും നമുക്കറിയില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നല്ല തേച്ച് കഴുകി എണ്ണ കുടിക്കാൻ വെക്കണം എന്നുള്ള കാര്യം പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോൾ ഇങ്ങനത്തെ ഉപയോഗിക്കാതെ വെക്കുന്ന ചട്ടിയാണെങ്കിലും എടുത്ത് നല്ല തേച്ച് കഴുകി എണ്ണ ഇട്ട് ചൂടാക്കിയിട്ട് തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചുട്ടത് രണ്ടാമത് ചുട്ടത് കടി നല്ല ചട്ടിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എണ്ണ ചൂടായപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്ക് തന്നെ മറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി, ദോശക്കല്ലിലൊക്കെ ചപ്പാത്തി, പത്തിരി ഈ സംഭവങ്ങളൊക്കെ ചൂടാണെങ്കിലും ലാസ്റ്റ് നമ്മളതിൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം ചൂടാകാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഡ്രൈ ആയി കിടന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ അധികം എണ്ണ ഉപയോഗിക്കാത്ത കാരണം ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കടി കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴിയപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാഗിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഈ അംഗനവാടിയിൽ നിന്ന് 14 വയസ്സായ കുട്ടികൾക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ റാഗിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് തിന്നുന്ന മക്കളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ദോശയായിട്ടോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ റാഗിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ മോൾക്കൊക്കെ ഇതൊന്നും വലിയ പിടുത്തല്ല. വെല്ലവും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറുക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്നും വലിയ പിടുത്തല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണമല്ല, അപ്പോൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.